ഇത് മാസ് മോട്ടോഴ്സിതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞ കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നാണ് വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് എടുക്കില്ല, ബാറ്ററി ഫുൾ ചാർജ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാറ്ററി ഇതുമ്പോൾ ഇരുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2025 ബാറ്ററിയാണ്. എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് ചാർജ് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ നമ്മളതൊന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ പ്രോബ്ലം കാർബേറ്ററിൻ്റെ ആയിരുന്നു കേട്ടോ. കാർബേറ്റർ ഈ പറഞ്ഞ രീതികളെ നമ്മൾ ഒരിക്കൽ കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റി സ്പാക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ വെച്ചേക്കണേ. യൂണിക്കോണിൻ്റെ കംപ്ലയിൻ്റായിട്ട് മാറ്റി കളഞ്ഞിട്ട് സ്പാക്കോൻ്റെ വെച്ചാണ്. പക്ഷേ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതായത് പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ വരാം, അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് മൂലം ജെറ്റുകൾ ബ്ലോക്കായി പോവാം. ഇത് നിലവിൽ ഭാഗ്യം കൊണ്ട് ഇതിന് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ജെറ്റുകൾ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ജെറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇത് ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളിൽ 90% വണ്ടിയുടെയും കംപ്ലയിൻ്റ് ആണ്. പെട്ടെന്ന് ഇതേപോലെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് മിസ്സിങ് നമുക്ക് എങ്ങനെയും പരിഹരിക്കാം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ സാധാരണ എങ്ങനെ ചെയ്താലും അത് ചൊവ്വാവാറില്ല. അപ്പോൾ നിലവിലിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ആക്കിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ഈ കിക്കർ അടിക്കുമ്പോൾ സെൽഫ് ഓൾറെഡി ബാറ്ററി ചാർജ് ഇറങ്ങിയിട്ട് കംപ്ലൈൻറ്റ് ആയിരുന്നു. അപ്പോൾ കിക്കർ അടിക്കുന്ന സമയത്ത് ഈ ഫുഡ് റെസ്റ്റുമ്പോൾ വന്ന് ലോക്ക് ആവുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, വന്ന് സ്റ്റക്കായിട്ട് നിൽക്കും, താഴെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ അത് ഞാനൊന്ന് ആ ഭാഗം അഴിച്ചൊന്ന് വെൽഡ് ചെയ്ത് റെഡിയാക്കി സെറ്റ് ആക്കണുണ്ട് കേട്ടോ. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്, ഓയിലില്ല അതിനകത്ത്, ആകെ എത്ര ഓയിലുള്ളൂ. ആ ഓയിൽ കുറയാൻ കാരണം വണ്ടിക്ക് പുകയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ലെവൽ ഇടയ്ക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ചെക്ക് ചെയ്യണം കേട്ടോ, ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട്. അപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് റീസെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അത്രയും. പിന്നെ അതേപോലെ തന്നെ ഈ കിക്കറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതൊന്ന് വെൽഡ് ചെയ്ത് സ്പോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. എന്തായാലും നമുക്കൊരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം ബാറ്ററി ഓൾറെഡി ഇപ്പോൾ ചാർജിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഏകദേശം ഒരു 5 മണിക്കൂറേലും മിനിമം കൊടുക്കണം, എന്നാലാണ് ബാറ്ററി ഫുൾ ചാർജായി കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് ഞാൻ കോൺടാക്ട് ചെയ്തോളാം.